ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരാളെയും കൂടി കാണുന്നുണ്ടാവും. സിൽമ ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ശ്രുതി ആരാണ് എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാവും. ഈ ചാനലിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നോ രണ്ടോ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ശ്രുതി നമ്മുടെ ചാനലിൻ്റെ നിനക്ക് ഏത് പൊസിഷൻ വേണം? കണ്ടന്റ് ക്യൂറേറ്റർ തരാം, മാനേജർ തരാം, ഷെയർ മതി. അപ്പോൾ നമ്മുടെ മാനേജറാണ് നമ്മുടെ ചാനലിൻ്റെ ആക്ടിവിറ്റീസ്, നമ്മുടെ കണ്ടൻറ്റ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങിലും ഒക്കെ ശ്രുതി ഇപ്പോൾ വളരെയധികം ഇൻവോൾവ് ആണ്. നിങ്ങളിപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും ഇത്രയും വീഡിയോസ് എവിടെ നിന്നാണ് വരുന്നത്, ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടുന്നത്. ആക്ച്വലി 2 പേരിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപോലെ തന്നെ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നിങ്ങൾ ഇത്രയും വീഡിയോസൊക്കെ കാണുന്നത്. സോ ഈ ചാനലിൽ ശ്രുതിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. ഒരു ടോപ്പിക് കിട്ടിയാൽ സംസാരിക്കാം എന്നുള്ളതല്ലാതെ ഞാനിങ്ങനെ വീഡിയോസിൽ അധികം ഇരുന്നിട്ടില്ലാത്തത് കൊണ്ട് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പോകെ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിൽമ ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ ശ്രുതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ശ്രുതിയുടെ കണ്ടൻറ്റിലെ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു വീഡിയോയിലല്ലേ വന്നിട്ടുള്ളൂ, 2 വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ വീഡിയോയിൽ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ആ ചാനലും ഈ ചാനലും ഒരുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴും പറയാറുണ്ട് ശ്രുതി വീഡിയോയിൽ വരണം എന്നുള്ളത്. അപ്പോൾ ഞാനും ഇടയ്ക്ക് പറയുന്നുണ്ട്, പക്ഷേ ഇല്ല ഞാൻ കണ്ടൻറ്റേ തരുള്ളൂ, നീ പ്രസൻറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഇപ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല എന്താണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതെന്ന്. അത് ശ്രുതി തന്നെ പറയും. നമ്മൾ ആക്ച്വലി ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷേ കമൻസിലൂടെ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് 30s എത്തി നിൽക്കുന്ന വ്യക്തികളുടെ പ്രണയം എന്ന് പറയുന്നത്. ഇപ്പം ഞാനും ഉണ്ണിയാണെങ്കിലും ഞങ്ങളുടെ 30s നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അവരുടെ കുറേ മെമ്മറീസ് ഉണ്ടാവും. പ്രണയത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറീസ് എന്ന് മാത്രം പറയില്ല. ഓരോ മൊമെൻറ്റിലും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കുമല്ലോ ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ നമ്മുടെയൊക്കെ കുറച്ച് മെമ്മറീസ്, കുറച്ച് എക്സ്പീരിയൻസ്, പിന്നെ ഒരു സ്ത്രീ പുരുഷൻ ഇവരുടെ ആംഗിളിലൂടെ നോക്കി കാണുമ്പോൾ പ്രണയം എന്ന് പറയുന്നതിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചുമ്മാ ഒരു റാൻഡമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതെ ഒരു വീഡിയോ. പിന്നെ ഉണ്ണിക്ക് കുറേ എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പ്രണയത്തിൽ. ഞാൻ ഒരുപാട് സ്റ്റോറീസ് ഉണ്ണിയുടെ കേട്ടിട്ടുണ്ട്. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. നീ കേട്ടതല്ല, കേട്ടറിഞ്ഞതിനേക്കാൾ വലിയ സത്യമാണ് എൻ്റെ പ്രേമബന്ധങ്ങൾ എന്ന് പറയുന്നത്. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട്. ഈ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അതായത് ആ പുസ്തകം മനുഷ്യൻ്റെ ആമുഖമാണെന്നാണ്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് അതിനെക്കുറിച്ച് എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്ന സുബീഷ് പറഞ്ഞാണ്. അതായത് ഈ പുസ്തകത്തിൻ്റെ പകുതി ആകുമ്പോഴേക്കും പുസ്തകത്തിൻ്റെ 1ാം ഭാഗം കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 30 വയസ്സിന് മുമ്പ് വായിക്കേണ്ടതാണ് ആ നോവലിൻ്റെ പകുതി. അതിനുശേഷം നിങ്ങൾ 30 കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അതിൻ്റെ 2ാം പകുതി വായിക്കാൻ പാടുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് അപ്പോൾ അവന് 26 വയസ്സുണ്ടാവും. അപ്പോൾ അവൻ പുസ്തകം മടക്കി വെച്ചിട്ട് പറയാം ഇനി ഞാൻ 30 വയസ്സായിട്ടേ ബാക്കി വായിക്കുള്ളൂ എന്ന്. അതവൻ വായിച്ചോ എന്തായി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 30 എന്ന് പറയുന്നത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് എന്നുള്ളത് 30 കഴിയുമ്പോഴാണ് ഞാനും മനസ്സിലാക്കി. ഞാനും ആദ്യം ആലോചിച്ചു 29 വയസ്സ് വരെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിവാഹ മാർക്കറ്റിൽ നമ്മുടെ വിലയിടിയും എന്നുള്ളതാണ്. അതൊരു ഭയങ്കര സത്യമാണ്. 29-3 വരെ ഒരു കുഴപ്പമില്ല, 30 അടിച്ചോ പിന്നെ മാർക്കറ്റിൽ വാല്യൂ ഇടിയും. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വേറൊരു സെഗ്മെൻറ്റിലേക്ക് കയറുകയാണ് ലൈഫിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഏതാണ് എൻ്റെ പ്രണയകഥകളാണോ ഞാൻ പറയേണ്ടത്? എനിക്കങ്ങനെ പ്രണയകഥകൾ അറിയാൻ, എനിക്ക് ഉണ്ണിയുടെ ഒരുവിധം പ്രണയകഥകളൊക്കെ അറിയാം. പിന്നെ ഓരോ സ്റ്റോറി എന്ന് പറയുന്നത് കുറേയൊക്കെ പേഴ്സണലാണല്ലോ. എനിക്ക് ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ ഉള്ളതാണ്. ഉണ്ണിക്കും അത്യാവശ്യം സ്ത്രീ സൗഹൃദങ്ങളുള്ള ആളാണ്. നമ്മളിങ്ങനെ റാൻഡമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ നേരത്തെ ഈ പറഞ്ഞൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ, ഒരു സ്ത്രീ പുരുഷ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഉണ്ണിയിൽ നിന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്വസ്റ്റ്യനായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാം. ഉണ്ണിക്ക് ഫസ്റ്റ് ഈ പറയുന്ന നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചില ആൾക്കാർ പറയും ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെയുള്ള പ്രണയത്തിൻ്റെ സ്റ്റോറി പറയുമ്പോൾ പറയും ആ പ്രായത്തിലൊക്കെ പ്രണയിക്കുമോ എന്ന് ചോദിക്കും. പക്ഷേ ഏറ്റവും ചെറിയ പ്രായത്തിൽ തൊട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു കൗതുകമാണല്ലോ, ഒരു ഇഷ്ടം. പിന്നീടാണ് നമ്മൾ ഈ പ്രണയം എന്നൊക്കെ അറിയുന്നത്. അങ്ങനെ ആദ്യം ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്ന ഒരു ഫാക്ടർ മനസ്സിൽ ഒരാളോട് തോന്നുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു സങ്കല്പങ്ങൾ? ഒരു നമ്മൾ പറയില്ലേ, എല്ലാവരും ചോദിക്കും ഭാവി വരനെക്കുറിച്ചുള്ള അല്ലെ ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കില്ലേ പണ്ടോട്ടെ? അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു ഇഷ്ടം എന്ന് പറയുമ്പം എങ്ങനെയുള്ള ഒരാളായിരിക്കണം ആദ്യകാലങ്ങളിൽ? ഇത്രയൊന്നും നമ്മൾ ഏത് സമയമാണെങ്കിലും നമ്മൾ ഇത്രയും ഒന്നും
അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും ജീവിതം, ഇനിയും നമ്മൾ ഒരുപാട് ജീവിതം കാണാനുണ്ട്. ക്ലിയർ കട്ട് ഡിഫറൻസ് പറയാവുന്ന അന്ന് ഞാൻ ഇതൊക്കെ ആയിരുന്നു എൻ്റെ സങ്കല്പങ്ങൾ എന്ന് തോന്നുന്നു. ആദ്യകാലങ്ങളിലെ സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ചെറുതിലെ തൊട്ട് കാണുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, ശാലിനി, ജോമോൾ അങ്ങനത്തെ കോമ്പിനേഷനിലുള്ള സിനിമകളും, പിന്നെ ദിലീപ് സിനിമകളിൽ നമ്മുടെ സുന്ദര കില്ലാടി, ഇങ്ങനത്തെ സിനിമകളൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ സമയം എന്ന് പറയുന്നത്. ഞാൻ 95-ലാണ് 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇഷ്ടങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് ഞാനിത് ആലോചിക്കുന്നത്, എന്താ അവരിൽ കോമൺ ആയിട്ടുള്ളത്? ഞാൻ നോക്കി കണ്ണാണോ, മൂക്കാണോ, നടത്തമാണോ, നിപ്പാണോ, എന്താണെന്ന് നോക്കുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് സ്മാർട്ട്നെസ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള എല്ലാ പെൺപിള്ളേരും ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, അതായത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന മിനിമം ക്ലാസ് ലീഡറെങ്കിലും ആയിട്ടുള്ള പെൺകുട്ടികളാണ്. ഇപ്പോൾ അംഗനവാടിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുപോകുമല്ലോ. അപ്പം അവളുടെ പാത്രത്തിൽ കഞ്ഞിയാണെന്നുള്ളത് കണ്ടിട്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ വെള്ളമൊഴിച്ച് കഞ്ഞിയാക്കിയിട്ടൊക്കെ ഞങ്ങൾ ഒരുപോലെ. പക്ഷേ ആ കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിട്ട് പോലുമില്ല. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും അനുപമ എന്നായിരുന്നു പെൺകുട്ടിയുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. പക്ഷേ ഞാൻ അവളോട് സംസാരിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. 3ാം ക്ലാസ്സിൽ ദീപ, പാലക്കാട് രാധാവിലാസ്, പാലക്കാട് പുത്തൂർ UP സ്കൂൾ, അവളും ആ ക്ലാസ്സിലെ ഏറ്റവും, അതായത് എനിക്ക് ഓർമ്മയുള്ള ഒരേ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കോഴിക്കോടാണ് ജനിച്ച് കണ്ണൂരൊക്കെ വളർന്നിട്ട് ഞാൻ പാലക്കാട് എത്തിയിരിക്കുക. അപ്പം ഞാൻ മൊട്ടാന്നോ എന്താണ് പറഞ്ഞത്, കോഴിമുട്ട, ഈ കുട്ടി മൊട്ട എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കളിയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം അവൾ ആ ക്ലാസ്സിലെ ടീച്ചറെ അടുത്ത് ഡയറക്റ്റ് ചെയ്യുന്നു, ടീച്ചറെ ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്ന പോലെ പറയുന്ന കുട്ടി. 4ാം ക്ലാസ്സിൽ രാജരാജേശ്വരി, അവളും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടി. 7ാം ക്ലാസ്സിൽ നിമിഷ, 8ാം ക്ലാസ്സിൽ, ഇനി അങ്ങോട്ടുള്ളവരൊക്കെ ഓൾറെഡി കല്യാണം കഴിഞ്ഞവരൊക്കെ സെറ്റിൽ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ എനിക്കിഷ്ടം തോന്നിയതാണ്, എന്നെ പ്രേമിച്ചവരല്ല. എനിക്കിഷ്ടം തോന്നിയിട്ടില്ല. ഞാൻ ചിലരോടൊന്നും നേരെ പോയി സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഞാൻ കോമൺ ഫാക്ടർ നോക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള, ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള, എന്നോട് ഇങ്ങോട്ട് ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞിട്ടുള്ള പെൺകുട്ടി, അവൾ +2-ന് 92% മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള, പ്രേമം തോന്നിയിട്ടുള്ള എല്ലാവരും, അത് ചിലപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്മാർട്ടായിട്ട് ഓടി നടക്കാൻ ആഗ്രഹമുള്ള ഒരാളുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. സ്റ്റേജിൽ കയറി കയ്യടി വാങ്ങിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഈവൻറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ആൾക്കാരോട് അങ്ങനെ സംസാരിക്കുക അത് ബുദ്ധിമുട്ടാണ്. അതേപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് ഒരു ഗ്രൂപ്പിലെ നമ്പർ 1 ആളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാനിതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ കാണുന്ന സമയത്തും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിലെ നായികമാരൊക്കെയും കാമുകൻ്റെ അടുത്ത് താൻ ആരാടോ എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ സ്മാർട്ടായിട്ടുള്ള അതാണെന്ന് തോന്നുന്നു. എനിക്കിപ്പം ഞാൻ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ കാര്യം എല്ലാവരും ഡിഫറെൻറ്റാണ്, ലുക്സിൽ ഡിഫറെൻ്റാണ്, അവർ വരുന്ന കൾച്ചറൽ ഡിഫറൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം സ്മാർട്ടായിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്നേക്കാൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളുകളായിരുന്നു. നിനക്കെന്തായിരുന്നു? നീ കൂടി പറയാ, എന്നോട് മാത്രം ചോദിച്ചാൽ മതിയോ? നിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നീ കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? അതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ ആക്ച്വലി ആമ്പിളേർക്ക് അറിയില്ല. ഇപ്പം നമുക്കാണെങ്കിലും കമൻസൊക്കെ വരാറുള്ളതാണ്, നമുക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല. ഈ 30കളിലേക്ക് എത്തി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുമായും ആൺകുട്ടികളുമായും ഡീൽ ചെയ്തിട്ടുള്ള, ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ, കാരണം ശ്രുതി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തുടക്കകാലം എന്ന് പറയുന്നത് ഒരുപാട് ഗവൺമെൻറ് പ്രോജക്ട്സും പിന്നെ നാഷണൽ ഗെയിംസ് അല്ലേ, നാഷണൽ ഗെയിംസും അതുപോലെ ഒരുപാട് ഇവൻറ്റ്സിൻ്റെ ഒക്കെ ആ കോർഡിനേറ്റിംഗ് ടീമിലുണ്ടായിരുന്ന ആളാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഗവൺമെൻറ് പ്രോജക്ട്സ് ചെയ്തു. അത് കഴിഞ്ഞ് കാനഡയിലായിരുന്നു, തിരിച്ചു വന്നു. അപ്പം ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ആളാണ്. നിൻ്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു പുരുഷനിൽ ഒരു സ്ത്രീ കണ്ടെത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ എന്താണ്? അല്ലെങ്കിൽ നാട്ടിലെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് അവന്മാരൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? സിമ്പിൾ ചോദ്യം. ഉണ്ണിയുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് അവകാശപ്പെടാനുള്ള ആൾക്കാരാണ്. എനിക്ക് എന്നോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനേക്കാട്ടിൽ ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഞാൻ 1992 ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ഈവൻ ഇപ്പോഴും വിഷമകരമായിട്ടാണെങ്കിലും നമ്മൾ പറയുമ്പോൾ പല കുട്ടികൾക്കും, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ പ്രിവിലേജസ് ഒക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എങ്ങനെ ആകണം എന്നുള്ളതിനേക്കാൾ എങ്ങനെയുള്ള ഒരാളാകരുത്, ഞാൻ എങ്ങനെ ആ വ്യക്തിയാൽ ട്രീറ്റ് ചെയ്യപ്പെടരുത് എന്നായിരുന്നു എൻ്റെ സങ്കല്പം. കുറച്ചും കൂടി ഇങ്ങനെ ഒരാളാകണം എന്നുള്ളതല്ല, കംപ്ലീറ്റ്ലി ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാൾ നല്ല റെസ്പെക്റ്റോടുകൂടി ഒരു പെൺകുട്ടിയെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പേരൻസിൻ്റെ അടുത്തുനിന്ന് അനുഭവിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു ഫാക്ടർ. അപ്പം അത് വേറൊരാൾ നിഷേധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെയും പ്രശ്നം അതായിരുന്നു. കാര്യം നമ്മളോടൊരാൾ റെസ്പെക്ട്ഫുള്ളി പെരുമാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് എന്നോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയ കുറേ ആളുകളുണ്ട്, എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ശ്രുതിയുടെ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരുപാട് കിട്ടി വളർന്നിട്ടുള്ള ഒരാളാണ് റെസ്പെക്റ്റ്, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. എസ്പെഷ്യലി പേരൻസിൻ്റെ, നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ പേരൻസ്. ഞാൻ അങ്ങനെ ഒരു ഇന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ഭാര്യയോ കാമുകിയോ അങ്ങനെ ഒരു സങ്കല്പത്തിൽ
എൻ്റെ സമപ്രായത്തിലുള്ള പുരുഷന്മാർക്ക് അല്ലെങ്കിൽ എന്നെക്കാട്ടിലും മൂത്ത ആൺകുട്ടികൾക്ക് അവരുടെ ഒരു സ്വപ്നത്തിൽ ഫിറ്റ് ആവുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. എനിക്ക് അന്നേ അറിയാമായിരുന്നു, പക്ഷേ ഇപ്പോഴും ഞാൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയായിരുന്നു, വല്യമ്മച്ചി. വല്യമ്മച്ചി എന്ന് പറയുന്ന ആൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ വല്യമ്മച്ചിയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ കേട്ട് വളരുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർ എന്ത് പറഞ്ഞാലും നമ്മൾ സ്ത്രീകൾ തിരിച്ച് സംസാരിക്കരുത്, ചോദ്യം ചെയ്യരുത് എന്നൊക്കെ കേട്ട് വളരുന്ന ഒരു സാഹചര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റെന്ന് തോന്നിയാൽ നീ അതിനെ ചോദ്യം ചെയ്യണം, നീ അതിനോട് പ്രതികരിക്കണം എന്ന് പറഞ്ഞ് എന്നെ വളർത്തിയ ഒരു വ്യക്തിയായിരുന്നു വല്യമ്മച്ചി. ഞങ്ങളൊക്കെ തമ്മിൽ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും വല്യമ്മച്ചിയൊക്കെയാണെങ്കിൽ ഒരുപാട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്പേസ് ഉണ്ട്, ഈ പറഞ്ഞൊരു റെസ്പെക്റ്റ് ഫാക്ടർ ഉണ്ട്. അതിലും കുറഞ്ഞ് ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനർത്ഥം എൻ്റെ എല്ലാ പ്രണയങ്ങളും സക്സസ്ഫുൾ ആയിരുന്നു എന്നൊന്നുമല്ല, ഞാൻ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാനിപ്പോഴും ആലോചിക്കുമ്പോഴും എനിക്ക് ഞാൻ എന്താകാൻ പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഉറപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ. ആ പെർസ്പെക്റ്റീവിൽ നിൽക്കുമ്പോൾ എന്ത് ലാക്ക് ചെയ്താലാണ് ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഒരു ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, എന്ത് ലാക്ക് ചെയ്താലാണ് ഒരു റിലേഷൻഷിപ്പിൽ ഇനി തുടരരുത് എന്നൊരു തീരുമാനത്തിലേക്ക് വരാം? ഞാൻ എൻ്റെ അതേ അഭിപ്രായങ്ങളുള്ള വ്യക്തികളുമായി മാത്രമേ, അതെന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ പറയുന്നതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന വ്യക്തികളുടെ കൂടെ മാത്രമേ ഞാൻ നിൽക്കൂന്നൊന്നുമില്ല. എനിക്കറിയാം മനുഷ്യന്മാരാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വ്യക്തികളാണ് ഓരോ വിഷയത്തോടും. ചിലതിനോട് നമുക്ക് യോജിക്കാം, ചിലതിനോട് നമുക്ക് വിയോജിക്കാം. പക്ഷേ അത് അവതരിപ്പിക്കുന്നിടത്ത് ഈ പറയുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ എനിക്കത്, പിന്നെ കുറച്ചൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, നമ്മൾ അപ്പുറത്തെ വ്യക്തികളെ കൺസിഡർ ചെയ്യണം. എനിക്ക് ഈ വാക്കുകളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴും ഈ വാക്കുകളൊക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കൺസിഡർ ചെയ്യുക, നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൺസിഡറേഷൻ. റെസ്പെക്റ്റോടുകൂടി, ഈ റെസ്പെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്കാണെന്ന് തോന്നുന്നു. ഈ റെസ്പെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്നാ കാണുമ്പോൾ ഒന്ന് മുണ്ടഴിച്ചിട്ട് ഒന്ന് തൊഴുതേക്കാം, അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. പരിപാടി മാറിപ്പോയി. അതാണ് ഉദ്ദേശിച്ചത് കവി, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒന്ന് തൊഴുതേക്കാം, അങ്ങനല്ല ഞാൻ പറയുന്നത്. അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിവോഴ്സ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇന്നലെ സിനിമ ടോക്സ് ചാനലിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു, ഒരു സ്ത്രീയുടെ കമൻ്റാണ്. അവരുടെ ഭർത്താവ് എടി എന്നേ വിളിക്കുള്ളൂ, അപ്പോൾ അവർക്കത് ഒട്ടും താല്പര്യമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എന്നെ ഇടിയെന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ ഭർത്താവ് നീ വലിയ തമ്പുരാട്ടി എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് ഫെയർ. ഒപ്പീനിയൻ പറയാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്പീനിയൻ ഏത് രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എക്സ്പ്രസ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഗൈഡൻസ് ആണ് ആക്ച്വലി നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇപ്പോൾ രാധാവിലാസ് UP സ്കൂൾ കണ്ണൂർ. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒറ്റയ്ക്ക് അത്രയും ദൂരം സ്കൂളിൽ നടന്നു പോകാണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്നത് ഈ മറ്റേ 2 വീടുകൾ ഒരുമിച്ചുള്ള ഒരു ഫ്ലാറ്റോ കോളനി എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ താഴത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ പുള്ളി ഞാനും കൂടി ഒരുമിച്ചാണ് വരിക. ഇങ്ങേര് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർ കളിച്ച് നിൽക്കുന്നതിനൊക്കെ വെറുതെ കയറി ഭരിക്കും. അതേപോലെ വരുന്ന വഴിക്കും ഭയങ്കര ഭരണമാണ്. ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് എൻ്റെ പിടി വിട്ടുപോയിട്ട് നീ പോടാ പട്ടി എന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഞാനത് അങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചേട്ടാ സോറി ഏട്ടാ പറയില്ല ഏട്ടാ, വീട്ടിൽ പറയില്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഇവൻ വീട്ടിൽ ചെന്ന് ഇവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് കയറ്റി പറഞ്ഞു. ആ കയറ്റി പറഞ്ഞതിൻ്റെ ഭാഗമായി അമ്മയുടെ അടുത്ത് വന്നു. അമ്മ മറ്റേ അപ്പുറത്തെ വീട്ടിലെ ഒരു സ്ത്രീ എൻ്റെ മോൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വളർത്തു ദോഷത്തിൻ്റെ ആണെന്ന് വെച്ചിട്ട് അമ്മ എന്താണെന്ന് വെച്ചിട്ട് 3 ഈർക്കിലെടുത്ത് ഒരുമിച്ചാക്കിയിട്ട് അതിൻ്റെ അറ്റത്തൊരു ഈ ഈർക്കിലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ബെൻഡാവുമല്ലോ, അറ്റത്തൊരു വട്ടം ഇട്ടിട്ട് എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് അടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ തൊഴുതുകൊണ്ടൊക്കെ പറയാം എൻ്റെ തലല്ല ആക്ച്വലി അമ്മ എന്നോട് ചോദിക്കണമായിരുന്നു എന്തിനാണ് നീ അവനെ വിളിച്ചത്. ഞാൻ ഇപ്പോൾ പറയും എൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ്. നിൻ്റെ പ്രതിഷേധം നീ പറയേണ്ടത് അങ്ങനെയല്ല, നീ അവനെ പട്ടി നല്ല വിളിക്കേണ്ടിയിരുന്നു. ചേട്ടൻ നീ ഇങ്ങനെയാണ് പ്രശ്നമുണ്ടെന്ന് പറയണം, പിന്നെ അവൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നീ എന്നോടൊന്ന് പറയണമായിരുന്നു. ഇതൊക്കെയായിരുന്നു അമ്മ പറയേണ്ടിയിരുന്നത്. പിന്നെ ആ കാലത്ത് ഈ പറയുന്ന പേരൻറ്റിങ് കോച്ചിങ് ഒന്നും കിട്ടിയിട്ടല്ല അമ്മയാവുന്നത്. എൻ്റെ അമ്മ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിങ്ങനെയായിരുന്നു ഡീൽ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ വല്യമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ അതാണ്. ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാം എന്ന് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഒപ്പീനിയൻ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരുന്നതിന് പകരം ഞാൻ ആക്ച്വലി
ഒരാളോടും തിരിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അന്ന് പഠിച്ചത്. ഒരാളോടും ഞാൻ തിരിച്ച് ചൂടാവാൻ പാടില്ല, എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് അത് തെറ്റായിപ്പോവും എന്നാണ് ആ കുഞ്ഞു മനസ്സിൽ ഞാൻ പഠിച്ചത്. അതൊക്കെ ഇപ്പോൾ അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. കുറേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാനിത് ഇടയ്ക്ക് പറയുന്നത് പറയുന്നത് എന്നാലും പറഞ്ഞു കുഴപ്പമില്ല, കേൾക്കുമ്പോൾ ഒരു രസമാണ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രണയങ്ങളിൽ ഇന്നിപ്പം ഒന്ന് ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അപ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്നും നമ്മളതൊരു സുഖമുള്ള ഓർമ്മ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്, വൺ ഓഫ് ദ മൊമെൻറ്റ്സ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ അങ്ങനെ ഒരു മൊമെൻ്റ് ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രേമം ഓരോ സെഗ്മെൻ്റ് ആയിരുന്നു. അതായത് സ്കൂളിലെ പ്രേമം, അത് കഴിഞ്ഞ് കോളേജിലെ പ്രേമം പൊട്ടി നിൽക്കുന്ന സമയത്ത് ഔട്ട്സൈഡ് പ്രേമം, അത് കഴിഞ്ഞ് ജോലിക്ക് കയറുമ്പോൾ ഒരു പ്രേമം, ജോലി സ്ഥലത്തുള്ള പ്രേമം, ജോലിക്ക് പുറത്തുള്ള പ്രേമം, അല്ലാതെ നമ്മളെ പരിചയപ്പെട്ട് ചേട്ടൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് വരുന്ന പ്രേമം, ഇങ്ങനെയൊക്കെ പലതരം പ്രേമങ്ങൾ വരുമ്പോൾ ഇത് ഓരോന്നും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുന്നതും നമ്മൾ അതിൽ പലതും കോപ്പിംഗ് മെക്കാനിസം ആയിരുന്നു. ഞാൻ പറയുന്നത് പ്രേമമായിരുന്നില്ല, അവർക്ക് ഒരു സമയത്ത് ഒരാൾ വേണം എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാവുന്നല്ലോ എന്ന് തോന്നൽ വരുന്ന സമയത്തോ, ചില സിറ്റുവേഷൻസിൽ അവർക്ക് ഷോ ഓഫ് കാണിക്കാം, അവരുടെ കാമുകനൊരു ആർജയാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആവേശത്തിന് പോലും എന്നെ പ്രേമിച്ച അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ പണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ പിന്നീട് അവർ വേറൊരു വഴിക്ക് പോയി. കുറേ നാൾ കഴിഞ്ഞ് വന്നപ്പം ഒരു ഇഷ്ടം അന്നുണ്ടായിരുന്നു എന്ന് ഞാനോ അവരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എക്സ്പ്രസ് ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന കോൺവെർസേഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് പരിപാടികളാണ്. പക്ഷേ കാര്യം ഞാൻ ഈ പറയുന്ന നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നല്ല മൊമെൻറ്റ്സിൻ്റെ കൂടെ അതിലുണ്ടായിട്ടുള്ള മോശം മൊമെൻറ്റ്സും കൂടി കയറി വരും. അപ്പോൾ അതെല്ലാം കൂടി മിക്സപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ എനിക്കങ്ങനെ ഏറ്റവും അടിപൊളി മൊമെൻറ്റ് എന്ന് പറയാനില്ല, ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള സാധനം ഞാൻ പറയാം, അതാണല്ലോ ഏറ്റവും. പുത്തൂർ UP സ്കൂൾ പാലക്കാട് അങ്ങനെ പഠിക്കുന്ന സമയത്ത്, അപ്പം നമ്മൾ ഈ മറ്റേ കുഞ്ചാക്ക ബോബൻ്റെ പാട്ട്, മറ്റേ മേടപ്പൻ വെയിലൂതി ഒരുക്കി ആ പാട്ടൊക്കെ ഹിറ്റായിട്ട്, അപ്പം ഞാൻ ആ ഒരു രോമാഞ്ചത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത്. അവൾ പാത്രം കഴുകിയിട്ട് തിരിച്ചു വരികയാണ്, നമ്മൾ കൈ കഴുകാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ അവളുടെ കൈ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ തട്ടി, പിന്നെ കുറേ നേരം ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. അതായത് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമകളിൽ ഈ സ്പർശനം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ടൊക്കെ കാണുന്നത്. എനിക്ക് സംസാരിക്കാൻ പോലും ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ കൈ എൻ്റെ കയ്യിൽ തട്ടി. എനിക്കിത് ഭയങ്കര സംഭവമാണ്. ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര രസമുള്ള എന്തോന്നിട്ട് ഇത് പറയാനോ ഉപദേശിക്കാനോ ഒക്കെ അന്നത്തെ ഉണ്ണിയോട് തോന്നുന്ന കൊള്ളാട മക്കളെ എന്ന് വെച്ചാൽ ആ മൊമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്തല്ലോ. അതുപോലെ തന്നെ അവിടെ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു വിഷമമൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ആദ്യം പ്രേമം തുറന്ന് പറഞ്ഞത് അതായത് നേരിട്ട് മുഖത്ത് നോക്കി ഞാൻ ഒരാളോട് പ്രേമം തുറന്ന് പറയുന്നത് +1 പഠിക്കുമ്പോൾ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഫാത്തിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ അടുത്താണ്. അവളുടെ അടുത്ത് ഇഷ്ടം തുറന്ന് പറഞ്ഞത്, കാരണം നമ്മൾ ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ അടുത്ത് എന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ എടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവളും വന്ന് ഫ്രണ്ടിൽ നിന്ന് എന്താ ഉണ്ണി എന്ന് ചോദിച്ചു. ഈ താഴെ കൂടിയില്ല, അതായത് നമ്മുടെ മുട്ടിന് താഴെ കൂടിയിട്ട് ഒരു തണുത്ത ഉറവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, കാല് ഫീൽ ചെയ്യുന്നില്ല, വയറൊക്കെ ഇങ്ങനെ എന്താ പറയുക കൊള്ളിയാൻ മിന്നി ഇടിഞ്ഞിന്നലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക, വായൊക്കെ കോടുകയാണ് ഇങ്ങനെ പറയാം. അതായത് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന എക്സ്പ്രഷൻ എൻ്റെ മുഖത്തുണ്ടെങ്കിൽ അവൾ കണ്ടാൽ പേടിക്കും. അങ്ങനെ കോടിപ്പോകുന്ന എന്തൊക്കെയോ എക്സ്പ്രഷൻ, കണ്ണിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു, തലയ്ക്ക് മുകളിൽ ഭയങ്കര ചൂട്, താഴെ ഈ പറയുന്ന മറ്റേ ഐസ് അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഫീൽ ഇടും എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു തീർക്കുന്ന മൊമെൻറ്റില്ലേ, അത് ആക്ച്വലി അത് ലൈഫിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, അത് ഭയങ്കര ബ്രേവായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത് പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതിനുശേഷം നടന്നില്ല, അവളപ്പം തന്നെ ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ ആ വഴി പോയി. അത് കഴിഞ്ഞിട്ട് അവൾ അച്ഛന് ട്രാൻസ്ഫർ ആയി. ആ വർഷം തന്നെ അവൾ ലക്ഷദ്വീപിലേക്ക് മറ്റോ പോയി കളഞ്ഞു. പക്ഷേ ആ ഫസ്റ്റ് ഞാനൊരു ഇഷ്ടം തുറന്ന് പറയുന്നത് അവിടെയാണ്. അതും ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റാണ്. ഞാൻ ധൈര്യം കാണിച്ചു. ഈ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയക്കുക, ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. ഒരാളുടെ അടുത്ത് മുഖത്തിന് മുഖം നോക്കി നിന്ന് നമ്മുടെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം തുറന്ന് പറയുമ്പോൾ, എക്സ്പ്രസ് ചെയ്യുമ്പോൾ, പ്രപ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്. ഇച്ചിരി ധൈര്യം വേണം. അതൊന്ന് ഞാൻ തെളിയിച്ചു. എൻ്റെ പറ ഒരുപാട് പ്രണയബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഒരുപാട് കഷ്ടപ്പെടുമെന്ന് വേണ്ടി വരില്ലല്ലോ. എന്തായാലും അങ്ങനെ ഒരു പ്രണയത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവിൽ 30കളിൽ എത്തി നിൽക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കുമ്പോൾ വാട്ട് വാസ് ദി ബെസ്റ്റ് മൊമെൻറ്റ്? എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്, ഉണ്ണി പറഞ്ഞൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ മൊമെൻറ്റ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ്. പക്ഷേ പിന്നീട് നമ്മൾ ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് പലർക്കും
ഞാനപ്പോൾ ശരിക്കും അന്ന് ബ്യൂട്ടിഫുൾ എന്ന് കരുതിയിരുന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ലായിരുന്നു, ഞാൻ ശരിക്കും സന്തോഷിച്ചിരുന്നത് അത് ശരിക്കും എൻ്റെ സന്തോഷമല്ലായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരുപാട് ഫേസസ് ഈ പ്രണയത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോഴൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞ് ഞാൻ തെറാപ്പിയൊക്കെ എടുത്ത് അതിൽ നിന്നും ഒന്ന് ഓക്കെ ആയിട്ട് ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് തെറാപ്പി സെഷൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ഫേസ് ഉണ്ടായിരുന്നു. ആ ഒരു ഫേസിൽ ഞാനിങ്ങനെ ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മൊമെൻറ്റിൽ എനിക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ വന്നു. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് എന്തോ ഒരു ചേഞ്ച് ഉണ്ടായി. പക്ഷേ ചേഞ്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിത്തിൻ കുറച്ച് സെക്കൻഡ്സിനകത്ത് നമ്മൾ പറയില്ല, നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറഞ്ഞാലേ മൈൻഡ് പറഞ്ഞു എന്ന് പറയില്ലേ, എനിക്ക് ആ ഫീൽ ചെയ്തത് ഹാപ്പിനെസ് ആയിരുന്നു. എനിക്കതെങ്ങനെ, ഞാനിത് പറയുമ്പോൾ എത്ര ആൾക്കാർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കുറേ നാൾ ഒരു മോശം ഫേസ്, അത് എന്ത് സാഹചര്യം കൊണ്ടും ആയിക്കോട്ടെ, ഞാനൊരു വ്യക്തിയുടെ കുറ്റം എന്നല്ല പറയുന്നത്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം ഒരു മൊമെൻറ്റിൽ നമുക്കൊരു ഫീലിങ്സ് വരുന്നു, ആൻഡ് അത് ഹാപ്പിനെസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അത് തിരിച്ചറിഞ്ഞൊരു മൊമെൻറ്റ് എന്ന് പറയുന്നത് ഞാനതിപ്പോൾ പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഇമോഷണലാണ്. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആ ഒരു മൊമെൻറ്റാണ് ഞാനിപ്പോൾ ആലോചിക്കുമ്പം എനിക്ക് എൻ്റെ പ്രണയത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഞാനത് ആ വ്യക്തിയോട് നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുന്നൊരു മൊമെൻറ്റാണ്. നമ്മൾ ഹാപ്പിനെസ് അറിയുന്നു എന്ന് പറയുന്നൊരു മൊമെൻറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ എന്നിട്ട് എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഞാനത് പറഞ്ഞു. ഞാൻ ചോദിച്ചു എനിക്കതെന്താ അങ്ങനെ ഫീൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് ജേർണീനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഞാൻ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞത്, നമ്മൾ ഒരു ഫേസ് എത്തുമ്പോൾ, ഒരുപാട് മോശം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഒരു ഫേസ് എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഇമോഷൻസ് നമ്മൾ എടുക്കില്ല. നമ്മൾ ചിരിക്കും, നമ്മൾ കളിക്കും, നമ്മൾ എല്ലാം ചെയ്യും. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കില്ല. അതൊരു കോപ്പപ്പ് മെക്കാനിസം പോലെ നമ്മൾ അങ്ങനെ പോകുന്നതായിരിക്കും. പക്ഷേ ഇത് ഉള്ളിൽ നിന്ന് വരുമല്ലോ. നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ. അങ്ങനെ വരുന്നൊരു മൊമെൻറ്റ്, അത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വരുമ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു, നീ ഹാപ്പി ആയിട്ടിരിക്കൂ, നീ ഹാപ്പിയാണ്, അത് നീ അറിയുന്നുണ്ട്. അതാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റ് നമുക്ക് അറിയാൻ പറ്റുക. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന മൊമെൻ്റ് ആണെങ്കിലും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് എന്ന് പറയാമോ, നല്ലൊരു മൊമെൻ്റാണ്. അതെന്ത് തന്നെ ആയാലും നമ്മുടെ ഇമോഷൻസ് നമ്മൾ അറിയുക, നമ്മളതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള മൊമെൻ്റാണ്. എനിക്കതാണ് ഏറ്റവും സ്പെഷ്യൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലെ സങ്കല്പങ്ങളായിരുന്നല്ലോ. ഓക്കെ, ഇപ്പം 30s ഒരു തള്ള വൈബ്, തന്ത വൈബ് എന്നൊക്കെ നമ്മളെ കളിയാക്കിയിട്ടാണെങ്കിലും ആൾക്കാർ പറയുന്ന ഒരു വൈബിലേക്ക് നമ്മളെത്തി. ഇനി 40s നമുക്ക് എന്ന് പറഞ്ഞാൽ 30s ഓരോ ആൾക്കാർ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ എക്സ്പീരിയൻസസിനനുസരിച്ച് പറയട്ടെ, അങ്ങനെ മാറുമല്ലോ. അപ്പം 30s ഈ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോഴുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? പ്രണയം എന്ന് പറയുമ്പം എന്തോരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സങ്കല്പങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഒരു പ്രണയം എന്ന് പറയുമ്പം എന്തിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക? എൻ്റെ ലൈഫിലൊരു മേജർ ചേഞ്ച് ഉണ്ടാവുന്ന, അതായത് ലൈഫ് ഇങ്ങനെ പോകുന്നു, കുറേ ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെ സംഭവിച്ചു, ഇങ്ങനെ പോയി, അതിനിടയ്ക്ക് കല്യാണം കഴിച്ചു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കിയത് ഞാൻ തരുൺ മൂർത്തിയുടെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോയി. അപ്പോൾ ആ ആക്ടിങ് വർക്ക്ഷോപ്പിൽ നമ്മളിങ്ങനെ കണ്ണടച്ചൊക്കെ ഇരുന്നിട്ട് ലൈഫിൽ ഒരു 5 വ്യക്തികളെ നിങ്ങൾ ഓർത്തെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു സ്ഥലത്ത് ഞാൻ വീണുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കുക. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് ഹഗ് ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തരുൺമൂർത്തി ഗംഭീര വോയിസ് മോഡുലേഷനാണ്. പുള്ളി ഇങ്ങനെ പറയാം, പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കുക, ഒരാൾ വരുന്നില്ല. അതായത് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ചുമ്മാ വിശ്വാസമുള്ള ഒരാളെ ചോദിക്കാനാണെങ്കിൽ എനിക്ക് കുറേ പേരെ വിശ്വാസമുണ്ട്, പക്ഷേ ഐ ഡോണ്ട് ട്രസ്റ്റ് എനിബഡി എന്നുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാനിങ്ങനെ നോക്കി എല്ലാ മനുഷ്യരും, എനിക്ക് പരിചയമുള്ള ആരൊക്കെയോ, ചിലപ്പോൾ അതിന് മുമ്പോ ശേഷമോ ഒന്നും മനസ്സിൽ ഓർക്കാൻ പറ്റാത്ത ആളുകൾ വരെ മനസ്സിൽ കൂടി ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ദർ വാസ് നോബഡി, വരുന്നില്ല.
അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സെഷനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തരുമൂർത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു. എനിക്ക് ഒരാളെ ഇതുവരെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ആക്ച്വലി ആ സെഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര രസമുള്ള കുറേ മെമ്മറീസ് ഉണ്ട്. എന്നെ, അതായത് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ റിവ്യൂ പറയുന്നതിന് അവനെ കൈ കിട്ടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി എന്നോടത് പറയുകയും ചെയ്തു. ഏറ്റവും ലാസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉണ്ണി നിന്നെ പൊക്കിയെടുത്ത് കായലിട്ടാലോ എന്നൊക്കെ ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നീ അടിപൊളിയാടാന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഹഗ് ചെയ്തിട്ട് ഒരു ഉമ്മ തന്നു. അത് ഭയങ്കര ഫീലായിരുന്നു. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഇത്രയും ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അവിടുന്ന് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ വേറൊരു ഞാനാണ്. കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ ലൈഫിൽ അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ആരുമില്ലേ, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേറെ എന്താ വേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഞാൻ ലൈഫിലുള്ള ഓരോ റിലേഷൻഷിപ്പിനെയും തിരിച്ചും മറിച്ചും ഒക്കെ ആലോചിച്ച് അതൊരു സ്റ്റേജാണ്. നമ്മളൊക്കെ ലൈഫിൽ എത്തിച്ചേരാൻ പോകുന്ന ഒരു സ്റ്റേജാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ 30കളിൽ, ചിലപ്പോൾ 40കളിൽ, ചിലപ്പോൾ 20കളിൽ സംഭവിച്ചു എന്ന് വരും. അതെപ്പോൾ സംഭവിക്കുന്നു അത്രയും നല്ലത്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെപ്പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തകൾ എന്നെ ഒരുപാട് തീരുമാനങ്ങളിലേക്ക് എത്തിച്ചു, ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് എത്തിച്ചു. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതായത് എൻ്റെ എല്ലാം, അതായത് നമ്മളിപ്പം ഈ ഫോണടക്കം ലോക്ക് ചെയ്യാതെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് എന്താണെന്ന് പറഞ്ഞത്, അതായത് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്നത് എൻ്റെ റവന്യൂ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എനിക്കല്ലാതെ ഈ ലോകത്താർക്കും അറിയില്ലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ. അപ്പോൾ അതടക്കം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഞാൻ വീഴുമ്പോൾ ഞാൻ കൈകുത്തി നിൽക്കുന്നതിന് മുമ്പ് എന്നെ കയറി പിടിക്കാൻ വരുന്ന, സ്വന്തം നില പോലും നോക്കാതെ വരുന്ന ഒരാൾ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പരിപാടി. നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര പരിപാടിയാണ്. അതില്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കാരണം ഇതുണ്ടാവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്നേഹം ഉണ്ടാവണം, തിരിച്ചറിവ് ഉണ്ടാവണം, കൺസിഡറേഷൻ നീ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഴുമ്പോൾ എന്നെ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കെല്ലാം വിശ്വസിച്ച് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ഓപ്പൺ, അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, എൻ്റെ ഇതുവരെയുള്ള മിസ്റ്റേക്കുകളെ മനസ്സിലാക്കാനും അത് ഞാനിനി ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും ഒക്കെ പറ്റുന്ന അങ്ങനെ ഒരാൾ. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അയാൾ എൻ്റെ ഗൈഡാണ്, എൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ അയാൾ എന്നെ പുഷ് ചെയ്ത് താങ്ങി നിർത്തുന്ന ആളാണ്, എൻ്റെ കൂടെ നിർത്തുമ്പോൾ എൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന ആളാണ്, എനിക്ക് എന്തും പറയാൻ പറ്റുന്ന, എന്തും ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഈ മറ്റേ സ്ട്രിപ്പ് നേക്കഡ് ഞാൻ എന്താണ് എന്ന് അതുപോലെ അറിയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരാൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ കൺസെപ്റ്റ്. പണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതിൽ പലതിനും വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നൊരു സമയമാണ്. അത് 30കളൊക്കെ കഴിഞ്ഞപ്പോൾ അത് മാറിയിടും. ഇപ്പോഴത്തെ എൻ്റെ കൺസെപ്റ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പല റിലേഷൻഷിപ്പുകളിലും, ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള പല റിലേഷൻഷിപ്പുകളിലും നടക്കുന്നൊരു മെയിൻ കാര്യം മാനിപ്പുലേഷനാണ്. അത് അറിയപോലുമില്ല, വർഷങ്ങളായി മാനിപ്പുലേറ്റഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഇതാണ് ജീവിതം, ഇതാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട്നേഴ്സുണ്ട്. അവരെ ചിലപ്പം ഈ പാർട്ട്നേഴ്സ് രണ്ടുപേരെയും ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന വേറൊരാളുണ്ടാവും. ആ മാനിപ്പുലേഷൻസ് ഒന്നുമില്ലാതെ എന്നെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യില്ല. എൻ്റെ അടുത്ത് ഇയാൾ സംസാരിക്കുന്നത് ഓപ്പണായിട്ടാണ്, എനിക്കും ഓപ്പണായിട്ട് സംസാരിക്കാം. എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇയാൾക്കൊന്നും നേടാനില്ല. എന്നെ മറ്റൊരാൾ മാനിപ്പുലേറ്റ് ചെയ്താലും ഇയാൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന, എനിക്ക് ആ ഒരു സേഫ്റ്റിയാണ് വേണ്ടത്. എനിക്കൊരു എന്താ പറയുക, നമ്മൾ ഈ ആണുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ആണെന്നാവണമെന്നൊന്നുമില്ല. എനിക്ക് സേഫായിട്ടിരിക്കണം, എനിക്ക് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കാനും സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയാനും പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അതാണ് എനിക്ക് വേണ്ടത്. നീ പറ, ഈ 30കളിൽ നിൽക്കുമ്പോൾ വാട്ട് ഡു യു ഫീൽ? എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന് ഒത്തുവരുമ്പോഴാണ് ഒരു പാർട്ട്ണർ ആവുന്നത്. നമുക്ക് എല്ലാം ഒത്തുചേർന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളുമായി 100% സ്വഭാവത്തോടു കൂടി ചേർന്ന് വരുന്ന ഒരാൾ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കുറേ അധികം കാര്യങ്ങളിൽ നമുക്ക് ചേർന്ന് പോകുന്ന ഒരാളാവുമ്പോഴാണ് നന്നായി വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ഇതാട്ടോ. ഓരോ മനുഷ്യരുടെയും സങ്കല്പങ്ങൾ, നീഡ്സ് ഇതൊക്കെ വേറെ വേറെ ആയിരിക്കും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു പോയിൻ്റ് അതിൽ നിന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് എന്നെ കാണുന്ന ഒരാളായിരിക്കണം എന്നുണ്ട്. അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തോന്നും. നമ്മളോടൊപ്പം എത്ര പേര് അവരോടൊപ്പം ജീവിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ അവരുടെ ജീവിതത്തെ ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്നല്ല. പല തുറന്നു പറച്ചിലുകളും വരുന്ന സമയത്ത് കൂടെയുള്ള വ്യക്തിയെ ഒന്ന് കാണാൻ ശ്രമിച്ചുകൂടെ എന്ന് നമുക്ക് അവരുടെ പുറത്തൊരു ബാധ്യതയായിട്ട് അത് അടിച്ചേൽപ്പിക്കുന്നതും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ഈ ജീവിത സാഹചര്യങ്ങളുടെ തിരക്ക്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് നമുക്ക് പറയാൻ പറ്റുന്നൊരു സമയത്ത്
നമ്മൾ മറന്നു പോകാറുണ്ട്. എനിക്ക് എന്നെ കാണുന്നൊരു വ്യക്തിയായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാണുക എന്ന് പറയുമ്പോൾ നമ്മളോടൊപ്പം ഒരാൾ ജീവിക്കുന്നുണ്ട്, അയാളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാളെ പൂർണ്ണമായും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് അയാളെ കാണാനും പരിഗണിക്കാനും ഒക്കെ പറ്റണം. അതാണിപ്പോൾ എനിക്കൊരു ബേസിക്കായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് വേണം എന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം അതാണ്. ശ്രുതി, കാണുക എന്ന് പറയുമ്പം നിങ്ങളത് ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്. ഫിസിക്കലി, ഇമോഷണലി, ഇൻ്റലക്ച്വലി ഒരുപാട് ലെയർ ഉണ്ട്. ഈ ഞങ്ങൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശ്രുതി ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറയുള്ളൂ, ഇതാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഞാനും വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയും, എടാ ഞാനതല്ല ഉദ്ദേശിച്ചത്, പിന്നെ അങ്ങോട്ട് വരികയാണ് ഇങ്ങനെ. അതായത് ഭയങ്കര ഇന്നർ മീനിങ് ഒക്കെ വെച്ചിട്ടാണ് ശ്രുതി ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയും. ഇപ്പോൾ എനിക്ക് കുറേയൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇയാൾ ഇതാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ ശ്രുതി കാണുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒറ്റ ലൈനല്ല. അല്ല, നമ്മൾ ദിവസം രാവിലെ വന്നിട്ട് ഹായ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, അത് എനിക്കറിയാലോ, അവർക്ക് പറഞ്ഞു കൊടുക്കും, എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണത്. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളെ എല്ലാ തരത്തിലും ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, അത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. അത് ഏതൊരവസ്ഥയിലിരിക്കുമ്പോഴും, നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോഴും സങ്കടത്തിലിരിക്കുമ്പോഴും മനുഷ്യൻ ഒരു ഇമോഷണൽ ജീവിയാണ്, വികാര ജീവിയാണെന്നൊക്കെ ഉമ്മർ പറയുന്ന പോലെ മനുഷ്യൻ വികാര ജീവിയാണ്. ആ വികാരങ്ങളെ പരിഗണിക്കപ്പെടുമ്പോഴാണ് എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ പൂർണ്ണത കിട്ടുക. അതൊരു ഭയങ്കര കാര്യമാണ്. ഞാൻ ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ്. എൻ്റെ ചില റിലേഷൻഷിപ്പുകളിൽ ഞാൻ കംപ്ലീറ്റ്ലി ഇൻവിസിബിളായിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെയുള്ള ആരാണോ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളെ കാണാതെ, നമ്മുടെ ഇമോഷൻസ് എന്താണ്, ആ പെർട്ടിക്കുലർ പ്രവൃത്തിയിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ നീഡ് എന്താണ് എന്ന് നോക്കാതെ ഒരാളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻസ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ മാത്രമല്ല, പല ആളുകളുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഇൻവിസിബിൾ ആയി പോകുക എന്ന് പറയുന്നത് അത് റിലേഷൻഷിപ്പിൽ എത്ര പെയിൻഫുൾ ആണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫംഗ്ഷന് ചെല്ലാമെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ ചെന്ന് നിൽക്കുന്നു, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. നിങ്ങൾ മാത്രം അവരുമായിട്ട് ചേരാത്തൊരു ഡ്രസ്സിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് സങ്കടമാണ് ഉള്ളിലുള്ളത്. നിങ്ങൾ ആ ആൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്താ വന്നത്, എന്തായി ഡ്രസ്സെന്നോ അല്ലെങ്കിൽ എന്ത് സുഖമാണോ ഓക്കെ ആണോ എന്നൊന്നും ചോദിക്കാതെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് പോകുന്ന ഒരാൾക്കൂട്ടത്തിൽ പെട്ടാലുള്ള ഫീൽ എന്താണെന്ന് ആലോചിക്കുക. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ഇൻവിസിബിളായി പോകുക എന്നുള്ളത്. അതൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എനിക്കൊരു ക്വസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഉത്തരം പറയാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഉത്തരം പറയാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഉത്തരം പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ലവ് അക്കോർഡിംഗ് ടു യു? നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ സാധനമുണ്ട്. വി ഷുഡ് ബി വിസിബിൾ, വി ഷുഡ് ബി ഹേർഡ്, വി ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് വി ഷുഡ് ബി അക്കൗണ്ടബിൾ, വി ഷുഡ് ബി ദെയർ ഇൻസൈഡ് ദർ ഹെഡ്. അവരുടെ തലയ്ക്കകത്ത് നമ്മളില്ലെങ്കിൽ ഹൃദയത്തിലുണ്ടെന്ന് പറയും. പ്രേമം ഹൃദയത്തിലല്ല, തലച്ചോറിലുണ്ടാവണം. അതായത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും ദൈനംദിന ആക്ടിവിറ്റികളിലും എവിടെയും ഉൾപ്പെടാതെ നിൽക്കുകയാണ് ഞാനെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ ഹാർട്ടല്ല. അവിടെ എവിടെയും ഞാനില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കോണിൽ ഇരിപ്പുണ്ട്, കസേര ഇട്ടിട്ടുണ്ട്, കട്ടിലിട്ടിട്ടുണ്ടെന്ന് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എന്നെയും പരിഗണിക്കണം, എന്നെയും കാണണം, എന്നെ കേൾക്കണം, എന്നെ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം അത് വേറെ എന്തൊക്കെയോ പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീഡാണ്. ഫിസിക്കൽ നീഡ് മാത്രമാകുമ്പോൾ ആ ആവശ്യം വരുമ്പോൾ മാത്രമേ നിങ്ങളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. അതേസമയം നിങ്ങളെ പൈസയ്ക്കാണ് ആവശ്യമെങ്കിൽ പൈസയുടെ ആവശ്യം വരുമ്പോൾ മാത്രമേ നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുള്ളൂ, നിങ്ങൾക്ക് സ്നേഹം കിട്ടുള്ളൂ. അതുപോലെ അവരുടെ ഒരു ഇമോഷണൽ നീഡിന് വേണ്ടി മാത്രമാണ് നമ്മളെങ്കിൽ അവർ ഇമോഷണൽ ആകുമ്പോൾ മാത്രമേ നമ്മളെ ആവശ്യം വരുള്ളൂ. ചില കൂട്ടുകാരൊക്കെ ഇല്ലേ, അവർ സങ്കടം വരുമ്പോൾ മാത്രമേ നമ്മളെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോന്നുണ്ടാകും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലവ്, ഞാൻ നിങ്ങളുടെ തലയ്ക്കകത്ത് ഉണ്ടാവണം. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഫാക്ടർ ഇതാണ്. മറ്റൊരു റിലേഷൻഷിപ്പ് ആയാലോ അല്ലെങ്കിൽ മറ്റൊരാളോടൊരു ഇഷ്ടം തോന്നുന്നു, ഈ അട്രാക്ഷനൊക്കെ എല്ലാവർക്കും തോന്നുന്നതൊക്കെ നാച്ചുറലി ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ തീരുമാനം എടുക്കുന്ന ബ്രെയിനാണല്ലോ, ഹാർട്ട് എടുക്കുന്നതൊന്നും തള്ളരുത്. ബ്രെയിൻ എടുക്കുന്ന തീരുമാനം ഒരുപാട് കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് പാർട്ട്ണർ അറിയാതെ ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നത് നല്ല ബോധ്യത്തിലെടുക്കുന്ന തീരുമാനമാണത്. കാര്യം കള്ളത്തരം കാണിക്കുമ്പോൾ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അത് കാണിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ പാർട്ട്ണർ ഉണ്ട് എന്ന് ബ്രെയിനിനകത്തുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റേണ്ടതാണ്. ആ ബ്രെയിനിൻ്റെ അകത്ത് ഞാനില്ലെങ്കിൽ പിന്നെ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെൻ ഇറ്റ് കംസ് ടു ലവ്, ഐ ഷുഡ് ബി ഇൻ യുവർ ഹെഡ്, ബ്രെയിൻ. വാട്ട്സ് ലവ് ഫോർ യു? എനിക്ക് ഈ മൊമെൻറ്റ്,
ഞാനിപ്പോൾ ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറേ നാൾ ഈ മൊമെൻറ്റിൽ ഇരിക്കാൻ പറ്റാതായിട്ട് പിന്നെ തിരിച്ച് നമ്മൾ വരുമ്പോഴില്ലേ നമുക്ക് ഈ ഓരോ മൊമെൻറ്റിൻ്റെയും വാല്യൂ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കിപ്പോൾ ഈ മൊമെൻറ്റിൽ ഞാനിരുന്ന് ആലോചിക്കുന്ന സമയത്ത്, പലരും പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്തിൽ ഇഷ്ടത്തിലാവുമ്പോൾ, അത് ഈവൻ ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ആൾക്കാരെപ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് എത്ര നാൾ പോകുന്നു നമുക്ക് കാണാം എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഈ മൊമെൻറ്റ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ മൊമെൻറ്റിൽ ഇരിക്കുന്ന ഈ മൊമെൻ്റ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയോടൊപ്പം കുറേ നാൾ ഇതേപോലെ സന്തോഷമായിട്ടിരിക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിലൊരാഗ്രഹം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൊമെൻ്റ് അറിയാൻ പറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, ആ മൊമെൻ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ പ്രതീക്ഷകളോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെയുള്ള ആളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ മൊമെൻ്റാണ് ലവ്. ഭയങ്കര പരിപാടി പെട്ടത്. എനിക്കതിൽ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, പല റിലേഷൻഷിപ്പിലുണ്ടാകാൻ പോകുന്ന പരിപാടി എന്താ പറയുക വെച്ചാൽ, ഈ നമ്മൾ ഈ 30കളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ ഒരു 18ലോ 20ലോ 25ലോ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരൊരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ ആ ഫ്യൂച്ചറിൽ മിക്കവാറും ഉണ്ടാവുക ഈ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ പോകുന്ന ആരുടെ കൂടെയാണോ അയാളും പിള്ളേരും കുറച്ച് ബാധ്യതകളുമായിരിക്കും. നമ്മളെ കാണില്ല. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുമായിരിക്കും? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമായിരിക്കും, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും, ഞാൻ പീസ്ഫുൾ ആയിട്ടിരിക്കുകയാണോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഞാനതൊന്നും എൻ്റെ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പം നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് ടപ്പന് ഇത്രയും പറഞ്ഞ സാധനത്തിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? അതൊരു ഭയങ്കര സാധനമാണ്. നമുക്ക് ഇത് വെച്ചൊരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ കാര്യം എല്ലാ ആൾക്കാരുടെയും ഇപ്പോൾ ഈ അച്ഛനമ്മമാരോടുള്ള സ്നേഹം പറയുമ്പോൾ പോലും അതുണ്ട്. അച്ഛനമ്മമാരോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇത്ര നാൾ കഴിയുമ്പോഴേക്കും ഞാൻ അച്ഛനെയും അമ്മയും ഇങ്ങനെ നോക്കും. അന്ന് നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളവിടെ ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ മറ്റത് മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ ഐ വോണ്ട് സജസ്റ്റ് ഇറ്റ്. ഇംഗ്ലീഷ് പറയുമ്പോൾ മാത്രം തെറ്റിപ്പോകുന്നു. അപ്പം അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളെ കാണാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. നീ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മൊമെൻറ്റിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലവ് എന്ന് പറയുന്നൊരു സാധനം പറയുമെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സാധനം മറിപ്പോയി. ഭയങ്കരமான ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഞാനിങ്ങനെ ജസ്റ്റ് എനിക്ക് നിൻ്റെ അടുത്തു നിന്ന് അറിയണം എന്ന് വിചാരിച്ച, നമ്മൾ ഈ സ്ത്രീ പുരുഷ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഓൺ ബിഹാഫ് ഓഫ് സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പോക്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ നിന്നിട്ടൊന്നും അല്ല കേട്ടോ സംസാരിക്കുന്നത്. നമ്മൾ രണ്ട് റാൻഡമായിട്ടുള്ള വ്യക്തികൾ, നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പോയിന്റ് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടാവാം, കണക്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. ഇങ്ങനൊരു ദിവസം ഒരു ഫെബ്രുവരി 14 വന്ന സമയത്ത് ഇത് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമൊന്നുമല്ല പ്രണയം എന്ന് പറയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അതെ, പ്ലീസ്. വായിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വായിക്കാം, നമുക്കതിനെ റിപ്ലൈ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ മറ്റ് വ്യക്തികളെയോ നമ്മളെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കമൻറ്റ് കണ്ടാൽ കമൻറ്റ് ആദ്യം ഡിലീറ്റ് ചെയ്യും. ആവർത്തിച്ച് കഴിഞ്ഞാൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. ബിക്കോസ് ഇത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള, അതേപോലെ തന്നെ ഭയങ്കര സന്തോഷം നിറഞ്ഞ് നിൽക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈവൻ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൽ പാസ് ചെയ്ത് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് സങ്കടമായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ഐ എം ഷുവർ ഈ മൊമെൻ്റ് ഒന്ന് കടന്നു കിട്ടിയാൽ, ഈ സങ്കടക്കടൽ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു നല്ല ഐലൻഡ് ഉണ്ട്, ഒരുപാട് സന്തോഷമുള്ള, തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അന്ന് എന്ത് രസമായിരുന്നു എന്ന് ചിന്തിക്കാൻ തോന്നുന്ന, അന്നത്തെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ആവർത്തിക്കില്ലെന്ന് ശപഥം ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൻഡിലേക്ക് നമ്മളെത്തും. സോ അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ജി കമൻ്റ് ഇടുന്ന ആളുകളെയൊക്കെ നമ്മൾ ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് റൈറ്റാണുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇത് തോന്നുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് നാളെ മാറി വേറെ ഇതും തോന്നാം എന്നൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. മനുഷ്യന്മാർ, നിങ്ങൾ ലോകം കാണും തോറും നിങ്ങളുടെ ലോകം വലുതായിക്കൊണ്ടിരിക്കുക ചെയ്യുക. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും. നമ്മൾ ലോകത്തെ കാണുന്ന, നമ്മൾ ആൾക്കാരെ കാണുന്ന രീതികളിലൊക്കെ മാറ്റം വരും. നമുക്ക് ഇങ്ങനെ നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് മരിക്കുന്ന സമയം വരെ നമ്മൾ ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഇതിലൊക്കെ മാറ്റം വരാം. ഒരു 40കളിലെത്തി നിൽക്കുന്ന ഞാനും ഉണ്ണിയും ചിലപ്പോൾ
വേറെ തന്നെ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾക്ക് പ്രണയത്തെക്കുറിച്ച് ചില വ്യക്തികൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് ലവിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവരിപ്പോഴും മനോഹരമായി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ ഒരു സ്റ്റോറി പറയാനുണ്ടായിരിക്കും. അങ്ങനെ ഒരു 100 പേരെ എടുത്താൽ 100 പേർക്ക് 100 സ്റ്റോറീസ് പറയാനുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ്, ഈ ബ്രേക്കപ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാലും അവർക്കും ഒരുപാട് സ്റ്റോറീസ് പറയാൻ കാണും. നമ്മളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും പ്രതീക്ഷയോടുകൂടി ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റി എന്ന് വരില്ല. നിങ്ങൾ പറയുമ്പോൾ അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ തോന്നും. അതൊക്കെ നമുക്ക് ആ മൊമെൻറ്റൊക്കെ അങ്ങനെ കൺസ്യൂം ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. പക്ഷേ ഈ പറയുന്ന ലവ് ഫെയിലിയേഴ്സ് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, അതിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ, അത് പ്രണയം മാത്രമല്ല ജീവിതത്തിലെ മറ്റൊരുപാട് കാര്യങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ എല്ലാ മനുഷ്യർക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. അങ്ങനെ എപ്പോഴും ഒരു സങ്കടത്തിൽ, നിരാശയിൽ, പ്രതീക്ഷയൊക്കെ അറ്റുപോയൊരവസ്ഥയിൽ അങ്ങനെ മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു ജീവിതം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളത് അത് നമ്മൾ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്, ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ അതൊരു ഹോപ്പായിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഭയങ്കര മോശാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ കരുതിയിട്ടില്ലേ ഒരാളൊന്ന് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു വ്യക്തിക്കൊരു വാക്കായിരിക്കും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ട് നമ്മളെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായാൽ, അത് നിങ്ങളുടെ കല്യാണത്തിന് മുൻപോ ശേഷമോ ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ജീവിതം നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കി കാണാൻ എല്ലാവർക്കും പറ്റട്ടെ. യെസ്, സന്തോഷത്തിൻ്റെ തറവാട്ടിലേക്ക് 500 കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ ഒരു വിളിയുണ്ട്. പക്ഷേ ആ ഗേറ്റിൻ്റെ മുമ്പിലെ ബോർഡൊക്കെ ഇളക്കി മറിച്ച് ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണം. ചിലപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. ആ സമയം ആവുന്നത് വരെയും ഹോപ്പ് കൈവിടാതിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. ബൈ.